പിന്നെ ഇവർ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഈ സ്കോർപിയോ എന്നിനെ ഈ ഒരു രീതിയിൽ കസ്റ്റമേഴ്സിന് അടുത്ത് എത്തിച്ചതിന്. അതായത് പഴയ സ്കോർപിയോ ഒരു ബോഡി ഓൺ ലാഡർ SUV ആയിരുന്നു, പഴയ സഫാരി ഒരു ബോഡി ഓൺ ലാഡർ SUV ആയിരുന്നു. ടാറ്റ അതിനെ ഇപ്പം മോണോകോക്കാക്കി ആണ് ഇപ്പം ഇറക്കിയിരിക്കുന്നത്. അപ്പം മഹീന്ദ്രയ്ക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് അതേപോലെ ചെയ്യാമായിരുന്നു. വേണമെങ്കിൽ XUVയുടെ ഒരു പടി താഴെ മോണോകോക്ക് ഫ്രെയിമിൽ വേണമെങ്കിൽ ഇതിനെ പ്ലേസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവർ ഹാർഡർ റൂട്ടാണ് എടുത്തത്. ഈ ബോഡി ഓൺ ലാഡർ പ്ലാറ്റ്ഫോമിനെ ഇവർ ടെക്നോളജിയുടെയൊക്കെ സഹായത്തോടു കൂടി വളരെ മികച്ച റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങും ഒക്കെ കൊടുത്ത് റിയൽ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റിയോട് കൂടിയുള്ള ഒരു റിയൽ SUV ആയിട്ട് തന്നെ ഇവർ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം അതിനുള്ള ഒരു അംഗീകാരമാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്ന് ഇപ്പം മഹീന്ദ്രയ്ക്ക് കിട്ടിയിരിക്കുന്നത്. നോ റിസ്ക്, നോ ഗ്ലോറി, നോ ലെജൻഡ്, നോ സ്റ്റോറി. അതേപോലെ അവർ എടുത്ത എഫർട്ടിനാണ് അതിനുള്ള റിസൾട്ടാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്.